വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി ഫുജൈറ സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നതിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 11 മണിക്കാണ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. പലതവണ യാത്രാ സമയം റീഷെഡ്യൂൾ ചെയ്തിട്ടും അധികൃതർ മറുപടി പറയുന്നില്ലെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. വിശ്രമിക്കാൻ സ്ഥലം നൽകിയില്ലെന്നും പരാതി. നിതിൻ സേവറുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഇതാ 11:30 ആയിരിക്കുന്നു. രാത്രി 11:30 ആയിട്ടും വിമാനം ഇതുവരെ പുറപ്പെട്ടില്ല. എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഇവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യവും ഇതുവരെ ഒരുക്കിയിട്ടില്ലേ? ഇന്ന് രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചി ഫുജൈറ സ്പൈസ് ജെറ്റിന്റെ വിമാനമാണ് നിലവിൽ വൈകിയിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ബോർഡിംഗ് പ്രക്രിയകളെല്ലാം തന്നെ പൂർത്തിയാക്കി യാത്രക്കാർ കാത്തിരിക്കുകയാണ്. ഈ ബോർഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനാവില്ല എന്നാണ് വിമാനത്താവള അധികൃതരോട് പറഞ്ഞിരുന്നത്. 11 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനം പിന്നീട് 1 മണിക്കും 3 മണിക്കും വൈകിട്ട് 4 മണിക്കും റീഷെഡ്യൂൾ ചെയ്തിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വിമാനത്താവള അധികൃതരിൽ നിന്നും ഒന്നും ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ടെർമിനൽ മാനേജറെ ബന്ധപ്പെടാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ഇപ്പോൾ ഈ വിമാനത്തിലെ യാത്രക്കാരി ധന്യയുണ്ട് നമ്മളോടൊപ്പം. ധന്യ, കേൾക്കാമോ? കേൾക്കാം. ഇതിപ്പോ രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. ഇപ്പോൾ ഇതാ 12 മണിക്കൂർ പിന്നിട്ടും ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. എന്താണ് ഇതിൽ അധികൃതർ പറയുന്നത്? അധികൃതർ എന്ന് പറയാൻ ഇവിടെ ആരും തന്നെ ഇല്ല. ഒരൊറ്റ സ്റ്റാഫില്ല. ടെർമിനൽ 3 മാനേജറിനെയും ആരും ഇവിടെ കാണാൻ പോലും ഇല്ല. ജസ്റ്റ് ഞങ്ങൾ ഇവിടെ എവിടെയോ വന്ന് കിടക്കുന്ന പോലെ നമ്മൾ ഗേറ്റ് നമ്പർ 8 ഒരു 2 മണി 2:30 തൊട്ടിട്ട് ഈ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഫ്ലൈറ്റ് എടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ നിലവിൽ കാണിക്കുന്നത്. അപ്പൊ ഇപ്പോ ഫ്ലൈറ്റ് എടുക്കുന്നു എന്ന സ്റ്റാറ്റസ് കാണിക്കുന്നത് എത്ര മണിക്കാണ് ഇനി പുറപ്പെടുക എന്നുള്ളതാണോ? ഇല്ല, അങ്ങനെയല്ല. ആദ്യം 11:45 പറഞ്ഞു, പിന്നെ 6 മണിക്ക് എടുക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 9:30 പറഞ്ഞു, പിന്നെ 11 മണി പറഞ്ഞു, പിന്നെ 12:10 പറഞ്ഞു. ഇപ്പൊ കാണിക്കുന്നത് 3:45 കാണിക്കും. പക്ഷെ ഇവിടെ ഒരു സ്റ്റാഫോ ഞങ്ങൾ കാണാനോ ആരും ഇല്ല. സ്പൈസ് ജെറ്റ് ജീവനക്കാരൊന്നും ബന്ധപ്പെട്ടിട്ടില്ല ഇത്ര നേരമായിട്ട്? ഇതുവരെ ഒരു ഒറ്റ സ്പൈസ് ജെറ്റ് ജീവനക്കാരും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ടെർമിനൽ 3 മാനേജറിനെ ഞങ്ങൾക്ക് കാണാൻ പോലും കിട്ടണില്ല. നിങ്ങൾ ആരോടെങ്കിലും പരാതി പറയാൻ പറ്റിയോ നിങ്ങൾക്ക്? ഞങ്ങള് ഇവിടെയുള്ള ഓഫീസിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ മാനേജർ ഇല്ലാന്നാണ് പറയുന്നത്. കുട്ടികളടക്കമുള്ള യാത്രക്കാരുണ്ടോ നിങ്ങളോടൊപ്പം? അതെ, ഞങ്ങളുടെ കയ്യിൽ ചെറിയ കൈക്കുഞ്ഞ് ഉള്ള ഒരു ആൾ വരെ ഉണ്ട്. ആ കുഞ്ഞിനെ ബാത്റൂമിനകത്താണ് ഞാൻ വാഷ്റൂമിൽ പോകുമ്പോൾ എനിക്കത് കണ്ടിട്ടാണ് ഏറ്റവും വിഷമമായത്. ആ കുഞ്ഞിനെ ബാത്റൂമിൽ ഇരുന്നാണ് ആ അമ്മ ഇരുത്തി ഉറക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇത്രയും ബഹളവും കാര്യങ്ങളൊക്കെ ആയത് കാരണം ആ കുഞ്ഞ് വാഷ്റൂമിലാണ് ഇരുന്നത്. പിന്നെ അതുപോരാതെ ചെറിയ കുഞ്ഞുങ്ങൾ, എനിക്കാണെങ്കിലും മറ്റന്നാൾ ജോയിൻ ചെയ്യേണ്ടതാണ്. വേറൊരു ആൾക്കാണെങ്കിൽ ഇന്ന് എന്തോ കോൺട്രാക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൈൻ ചെയ്യണം. എല്ലാവരും വലഞ്ഞിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ രാവിലെ വന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ അങ്ങനെ എന്തിനെങ്കിലും സാധിച്ചോ? ഞങ്ങളിവിടെ, ഞാനാണെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ 1:45 ഇവിടെ എത്തിയതാണ്. നമ്മൾക്ക് ചെക്ക് ഇൻ ബോർഡിംഗ് പാസിന്റെ അവിടെ ഒരു സാൻഡ്വിച്ചും ഒരു വാട്ടറും തരാം. അത് മാത്രമാണ് ഞങ്ങൾ സ്പൈസ് ജെറ്റിന്റെ ജീവനക്കാരെ കണ്ടത്. പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ ഒരൊറ്റ മനുഷ്യരെ കണ്ടിട്ടില്ല. ഒരുപാട് പേരുണ്ടാവും. ഇപ്പോ പല ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞ പോലെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകളുണ്ടാവും. അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി പോകേണ്ടതാണ്. ഇപ്പോൾ എത്ര സമയമായി, ഒരുപാട് സമയമായിട്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പുറപ്പെടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും ഒരു കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. മാഡം, അത് ഇവര് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്യാൻസൽ ചെയ്യാന്ന് പറയണം. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഇതിനെ ബന്ധപ്പെട്ട് സ്പൈസ് ജെറ്റിന്റെ ആരെങ്കിലും ഒന്ന് വരണം. ഇതാരും വരാനില്ല. ഞങ്ങൾ 10:30 ആയപ്പോൾ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ടേക്ക് പോയപ്പോൾ അവർക്ക് ഒരു റെസ്പോൺസും ഇല്ല, അവർക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇത് ഇന്നത്തെ മാത്രമല്ല, ഇന്നലെയും ഇങ്ങനെ തന്നെ. ഇവര് റീഫണ്ട് ചെയ്യാന്ന് പറയും. ആ റീഫണ്ട് കിട്ടാത്ത എത്രയോ ആൾക്കാരും ഉണ്ട്. റീഫണ്ടും ഇല്ല, റീഷെഡ്യൂളും ഇല്ല. ഇന്നലെയും ഇങ്ങനെയായിരുന്നോ? ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ ധന്യ, ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാവിലെ 11, വളരെ നന്ദി നമ്മളോടൊപ്പം ഈ സമയത്ത് ചേർന്നതിന്. രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ്. ഇപ്പോഴിതാ 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഈ സ്പൈസ് ജെറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കുട്ടികളടക്കമുള്ളവർ വിമാനത്താവളത്തിലുണ്ട്. 12 മണിക്കൂറിലേറെയായുള്ള കാത്തിരിപ്പാണ്. നിതിൻ സേവ്യർ തുടരുന്നുണ്ട്. നിതിൻ, അതാണ് സ്പൈസ് ജെറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ എയർപോർട്ട് അതോറിറ്റിയുടെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പ്രതികരണം ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന്
അറിയിച്ചാൽ അവർക്ക് ഇനി വേണ്ടത് ചെയ്യാം. പക്ഷേ അത്തരത്തിലുള്ളൊരു മറുപടിയോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സമാനമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഇതേ കമ്പനിക്കെതിരെ ഇത്തരത്തിൽ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം വിമാനം അവസാന നിമിഷം റീഷെഡ്യൂൾ ചെയ്യുകയും പിന്നീട് ആ യാത്ര മുടങ്ങുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി സമാനമായ പരാതികൾ നിരവധി തവണ ഉയർന്നു വന്നിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ യാത്രക്കാരി പറഞ്ഞതുപോലെ തന്നെ റീഫണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതികളുണ്ട്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താലും റീഫണ്ട് ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട്. നിലവിൽ ഇവർക്ക് വിശ്രമിക്കാൻ പോലും ലോഞ്ചിലേക്കുള്ള സൗകര്യം പോലും ഒരുക്കി കൊടുത്തിട്ടില്ല എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. കാരണം ഈ ബോർഡിംഗ് പ്രക്രിയകളടക്കം പൂർത്തിയാക്കിയതിനാൽ ഇനി പുറത്തേക്ക് പോകാനാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. വിമാനം റീഷെഡ്യൂൾ പോകാനാകും. പ്രത്യേകിച്ച് പലരും നാളെ ജോലിക്ക് കയറേണ്ടവരാണ്, മറ്റന്നാൾ ജോലിക്ക് കയറേണ്ടവരാണ്, വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്ക് പോകുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി പോകുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഈ വിമാനം വൈകുന്നത് വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഈ പ്രതിസന്ധി ഉള്ളത്. യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞ സാഹചര്യത്തിലാണ്. കുട്ടികൾ അടക്കമുള്ളവരുണ്ട്, ജോലിക്ക് കയറേണ്ടവരുണ്ട്, മറ്റു ആവശ്യങ്ങൾക്ക് എത്തേണ്ടവരുണ്ട്. സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത്. ഇതുവരെ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു അറിയിപ്പും ഈ സ്പൈസ് ജെറ്റ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 3:45 ഫ്ലൈറ്റ് എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. യാത്രക്കാർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തുടരുകയാണ്. നിതിൻ സേവ്യറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.